ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും പ്രഭാതവചനത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 6 മെയ് 2026, ഈ മാസത്തിലെ 6-ാമത്തെ ദിവസം, ഈ വർഷത്തെ 126-ാമത്തെ ദിവസം, ഉയർപ്പിന് ശേഷം 32-ാമത്തെ ദിവസമാണ് ഇന്ന്. 497-ാമത്തെ എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം: പൂർവികരുടെ പാപം തലമുറകളെ പിന്തുടരുമോ? പൂർവികരുടെ പാപം തലമുറകളെ പിന്തുടരുമോ? ഈ വിഷയം കുറെ പേർക്ക് ചിന്താക്കുഴപ്പവും അനാവശ്യമായ മനക്ലേശവും ആത്മീയ ഭീതിയും സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ ചില പൂർവികർ ശാപമേറി രക്ഷ ലഭിക്കാതെ അലയുകയാണെന്നും അവർക്ക് ശാപമോഷം കൊടുത്തില്ലെങ്കിൽ ആത്മാക്കൾക്ക് സമാധാനം ലഭിക്കില്ലെന്നും ഈ കൂട്ടർ പ്രഘോഷിക്കുന്നു. പൂർവികർക്ക് കിട്ടിയ ശാപം മക്കളുടെ മേലും മക്കളുടെ മേലും പിന്തുടരുമെന്ന് പഠിപ്പിക്കുന്നു. ഈ ശാപം തലമുറകൾ അനുഭവിക്കുവാൻ ഇടവരാത്ത മാർഗങ്ങളും വിദ്യകളും കണ്ടെത്തുന്നതിന് വിശ്വാസികൾ ഓട്ടമാണ്. ഏതാനും ചില പഴയ നിയമവാക്യങ്ങൾ ഉപയോഗിച്ചാണ് തലമുറകൾക്കായി പല പാപശാപം നിലനിൽക്കുന്നതിനെ ന്യായീകരിക്കുന്നത്. ഈ ആശയത്തിന് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വചനഭാഗം പുറപ്പാട് 20:5 പറയുന്നതാണ്: നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെ തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. യഹോവയായ ദൈവം 10 പ്രമാണങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നതിൽ ഏക സത്യവിശ്വാസം ലംഘിച്ചാൽ കിട്ടുന്ന ശിക്ഷയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇതിന് തൊട്ടടുത്ത വാക്യത്തിൽ കൽപ്പനകൾ പാലിക്കുന്നവരെ 1000 തലമുറകൾ വരെ അനുഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. പുറപ്പാട് 30:7, യിരെമ്യാവ് 2:9, ആവർത്തനം 5:9, 10, 7:9, 10 എന്നീ വേദഭാഗങ്ങളിൽ പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് തലമുറകളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വാക്യങ്ങളിൽ ശാപം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എങ്കിലും നീണ്ടു നിൽക്കുന്ന ശിക്ഷ എന്ന അർത്ഥത്തിൽ ശാപത്തിന്റെ ആശയം നിഴലിക്കുന്നുണ്ട്. ഈ വാക്യങ്ങളിൽ പറയുന്ന കുറ്റങ്ങളെ ഒരു പ്രത്യേക പാപമായി എടുത്തു പറഞ്ഞിട്ടില്ല. പാപത്തെ ഒരു പൊതു പദം പോലെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് കുറ്റം എന്നത്. കൃത്യമായി പറഞ്ഞാൽ യഹോവയെ വെറുക്കുന്ന തലമുറയെ വിധിക്കുമെന്നാണ് ഈ വാക്യങ്ങളുടെ അർത്ഥധ്വനി. ദൈവത്തെ വെറുക്കുക എന്നാൽ ദൈവവുമായി ഉണ്ടാക്കിയ ഉടമ്പടി ഉപേക്ഷിക്കുക എന്നതാണ്. ആരൊക്കെ തുടർന്ന് ആ ഉടമ്പടി ലംഘിക്കുന്നുവോ അവരെയൊക്കെ വിധിച്ചു കൊണ്ടിരിക്കും എന്നർത്ഥം. തുടർ പ്രവൃത്തിയെ കാണിക്കുന്ന ക്രിയാപദമാണ് മൂലരൂപത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേലിൽ പുളിമുന്തിരിയുമായി ബന്ധപ്പെടുത്തി ഒരു പഴമൊഴി ഉണ്ട്: പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്നാണ്. പിതാക്കന്മാരുടെ പാപത്തിന് മക്കൾ ഉത്തരവാദികളാണെന്ന് ആശയം പ്രകടമാക്കുന്നതാണ് ഈ പഴഞ്ചൊല്ല്. ഹെസ്കേൽ 18:2-4 വരെയുള്ള ഭാഗം ശ്രദ്ധിക്കുക. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറയുവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. 18-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ നീതിമാനായ പിതാവിന്റെ ദുഷ്ടപുത്രൻ മരിക്കും, ദുഷ്ടപിതാവിന്റെ നീതിമാനായ മകൻ ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വാക്യം ദൈവിക നീതിയുടെ പ്രമാണം വെളിപ്പെടുത്തി തരുന്നു. പാപം ചെയ്യുന്നവൻ മരിക്കും. മകൻ ഒരിക്കലും അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. ഇത് ഒറ്റപ്പെട്ട ഒരു വാക്യമല്ല, ഇതേ അർത്ഥം വരുന്ന വാക്യമാണ് യിരെമ്യാവ് 30:31 ഉള്ളത്. ഇതിനാൽ മാതാപിതാക്കളുടെ ശാപം മക്കളുടെ മേൽ ശാപമായി വരികയില്ല. മരുഭൂമിയിൽ വെച്ച് മോശയുടെ ക്ഷമയെയും യഹോവയിലുള്ള ഉറച്ച വിശ്വാസത്തെയും ഇസ്രായേൽ ജനം പല ആവശ്യങ്ങൾ പറഞ്ഞും കുറ്റങ്ങൾ ആരോപിച്ചും പരീക്ഷിച്ചു. എന്തിന്? യഹോവയെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. അവരുടെ മേൽ ശിക്ഷ വരാതിരിക്കുവാൻ മോശ യഹോവയുടെ മുമ്പാകെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതായി കാണാം. ഉദാഹരണത്തിന് സംഖ്യാപുസ്തകം 14:13 മുതൽ 19 വരെയുള്ള ഭാഗം വായിക്കുക. മോശയുടെ
മധ്യസ്ഥ പ്രാർത്ഥനകളിൽ തലമുറകൾ നീളുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. തലമുറകളെ ശിക്ഷിക്കുന്ന ദൈവം എന്ന പ്രയോഗത്തെക്കാളും കരുണാമയനായ ദൈവത്തിലാണ് മോശ പ്രത്യാശ വെച്ചത്. ഇവിടെ ദൈവത്തെ പരീക്ഷിച്ച ജനത്തെ മാത്രം ശിക്ഷിച്ചു. അങ്ങനെയുള്ളവർക്ക് കനാൻ ദേശം നിഷേധിച്ചു. എന്നാൽ ശിക്ഷിച്ചവരുടെ സന്തതി പരമ്പരകൾക്ക് കനാൻ ദേശം നിഷേധിച്ചില്ല. തലമുറകളെ ശപിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ഒരിക്കലും കനാൻ ദേശം ലഭിക്കുമായിരുന്നില്ല. ജന്മപാപത്തെ പറ്റിയും ഒരു വാക്ക് പരാമർശിക്കേണ്ടിയിരിക്കുന്നു. തലമുറകൾ നീളുന്ന ശാപവും ജന്മപാപവും, അതായത് ഉത്ഭവപാപം, തമ്മിൽ കൂട്ടിക്കുഴിക്കരുത്. ജന്മപാപത്തെക്കുറിച്ച് ഏറ്റവും നിർണായകമായ വചനം റോമർ 5:15 മുതൽ 21 കാണാം. പൂർവ്വ പിതാക്കന്മാർ ആദാമും രക്ഷകനായ യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ പരാമർശിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ജന്മപാപത്തിന്റെ ഉത്ഭവം പറയുന്നു. ആദി മനുഷ്യൻ പാപം ചെയ്തതിനാൽ സകല മനുഷ്യരും ആ കളങ്കത്തിന്റെ ഫലം അനുഭവിക്കുന്നു. ഇത് ദൈവശിക്ഷയാൽ പിന്തുടരുന്ന ശാപമല്ല. ഇത് പാപത്തിന്റെ ഫലമായി വന്നുകൂടിയ മർത്യാവസ്ഥയുടെ വിവരണം മാത്രമാണ്. ജന്മപാപത്തിൽ കഴിഞ്ഞ മനുഷ്യർക്ക് ക്രിസ്തുവിലൂടെ രക്ഷ ലഭിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അനുഗുണമായി തീരുമാനം എടുക്കുന്നതിന് മനുഷ്യന് സ്വാതന്ത്ര്യവും കൃപയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുവനെ പാവമോചനമോ രക്ഷയോ ഇല്ലെന്ന് പറയുവാൻ സാധിക്കയില്ല എന്നും നമുക്ക് എവർക്കും അറിയാം. തലമുറകളിലേക്ക് നീളുന്ന ശാപമുണ്ടെന്ന തോന്നാവുന്ന ഒരു വാക്യം പുതിയ നിയമത്തിലുമുണ്ട്. ഇങ്ങനെ ആ വചനം പറയുന്നു: നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായ ബെരേക്യാവിന്റെ മകനായ സക്കരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ് നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 23-ാം 35 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ഈ വാക്യങ്ങൾ പാപശാപ ബന്ധത്തിൽ എടുക്കുവാൻ പറ്റുകയില്ല. കാരണം യേശുവിനെ കൊല്ലുവാൻ തുനിഞ്ഞ യഹൂദന്മാരുടെ ഹൃദയ കാഠിന്യത്തെയാണ് ഇവിടെ വെളിവാക്കുന്നത്. ദൈവശിക്ഷ ജനസുകളുടെയോ കുലത്തിന്റെയോ അടിസ്ഥാനം നോക്കിയല്ല എന്ന് സ്നാപക യോഹന്നാന്റെ പ്രഭാഷണങ്ങളിൽ പറയുന്നുണ്ട്. അത് നാം കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് അതിൽ നിന്നും ആ കാര്യങ്ങളൊക്കെയും മനസ്സിലാകും. പാപത്തെയും ശാപത്തെയും സംബന്ധിച്ച് അനാവശ്യ നിഗമനങ്ങളിൽ എത്തിയാൽ നാം ഉദ്ദേശിക്കുന്ന നന്മയേക്കാൾ തിന്മയ്ക്ക് വഴി ഉണ്ടാവും. പല നിലവാരങ്ങളിലും മാനസികാവസ്ഥയിലുമുള്ള ശ്രോതാക്കളിൽ ചിലർ തങ്ങളുടെ രോഗത്തെയും വിവിധ പ്രശ്നങ്ങളെയും നേരിടുന്നത് പൂർവികരുടെ ശാപം മൂലമാണെന്ന് തീർച്ചപ്പെടുത്തും. ഇതുമൂലം പലരും അന്ധവിശ്വാസങ്ങളിലേക്ക് തിരികെയും പ്രതിക്രിയയിൽ അന്വേഷിച്ച് പുറപ്പെടുകയും ചെയ്യും. ഇവിടെയാണ് മുതലെടുപ്പിനായി ചിലർ പരിഹാരക്രിയകൾ നിർദ്ദേശിക്കുന്നത്. ഇത് ജനങ്ങളെ അശാന്തിയിലേക്ക് നയിക്കും. ഒരു കാര്യം നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം: പാപത്തിന് ശിക്ഷയുണ്ട്. നമ്മുടെ രക്ഷകൻ പ്രതികാര ബുദ്ധിയുള്ള ദൈവമല്ല. കർത്താവ് കരുണയുള്ളവനാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവയെല്ലാം കർത്താവായ യേശു ക്രിസ്തു ക്ഷമിക്കുക മാത്രമല്ല, ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യും. പ്രിയരെ, പിതാവിന്റെ പാപത്തിന് മക്കളെ വേട്ടയാടി പിടികൂടി ശിക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടേത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. കടന്നുപോയ വിശ്വാസികളായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമാണ്. ഇതായിരിക്കട്ടെ ഉറച്ച വിശ്വാസം. ആയതിനാൽ നമ്മുടെ പിതാക്കന്മാർ ചെയ്തതായ തെറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് അതിൻ്റെ ശിക്ഷയുണ്ടാകുമെന്ന് വിചാരിക്കേണ്ടതില്ല. എന്നാൽ നാം തെറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ശിക്ഷ ഉണ്ടാകും. അതിനാൽ നാം ഓരോരുത്തരും തെറ്റ് ചെയ്യാതെ ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.